ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളങ്ങനെ പെൻഡിങ്ങിൽ വെച്ചായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മളത് പെൻഡിങ്ങിൽ വെച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. കാരണം ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് എയർപോർട്ട് ജോബ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് +2 മതി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ 1017 വേക്കൻസി ഉണ്ട്. അതുപോലെ ലോഡർ നിങ്ങൾക്ക് ഇതിലേക്ക് 10ാം ക്ലാസ് മതി, 429 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമാക്കി പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും, അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണോ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. അതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണാതെ അവിടെ ഇവിടെയും കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായി ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ പുതിയ നോട്ടിഫിക്കേഷൻ, പ്രൈവറ്റ് ജോബ്സ്, അതുപോലെ ഇൻറ്റേൺഷിപ്പ്, പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു വേക്കൻസികളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് IGI ഏവിയേഷൻ സർവീസസിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ 10/6/2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പെൻഡിങ് വെച്ചായിരുന്നു. കുറച്ച് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടാരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്തുകൊണ്ട് അത് പെൻഡിങ് വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പറയാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത്. എയർപോർട്ട്സ് ഗ്രൗണ്ട് സ്റ്റാഫ് അതുപോലെ ലോഡർ എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് പൊസിഷൻ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ്. ഇതിലേക്ക് +2 ആണ് യോഗ്യത. നിങ്ങൾക്ക് +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചു, ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഓർ സയൻസ് ഏതെടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 മാക്സിമം 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയാൽ എക്സ്പെക്ട് ചെയ്യാവുന്ന സാലറി എന്ന് പറയുന്നത് 25,000-നും 30,000-നും ഇടയിലുള്ളൊരു സാലറി ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് സീറ്റ് വരുന്നത് 1017 വേക്കൻസിയാണ് ടോട്ടൽ വരുന്നത്. ഇനി ലോഡർ, ഇതിലേക്ക് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. എന്നാൽ ലോഡർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 20 to 40 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്ന് പറഞ്ഞാൽ 15,000 to 25,000 ആണ്. 429 വേക്കൻസി അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 2 പോസ്റ്റിലേക്കും ഇപ്പം മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2 പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫീ ഒക്കെ അടയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ നോട്ടിഫിക്കേഷനിലെ എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഇതിൻ്റെ ഇടയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റിയിൽ നമുക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിൽ ജസ്റ്റ് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എയർപോർട്ട് ലോഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് മതി അപ്ലൈ ചെയ്യാൻ. ഇനി എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി എയർപോർട്ട് ലോഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഏവിയേഷൻ എയർലൈൻ സർട്ടിഫിക്കറ്റോ മറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 മാത്രം യോഗ്യത മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് സ്റ്റാഫിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. യാതൊരു പ്രശ്നവുമില്ല. യാതൊരുവിധ ഏജ് റിലാക്സേഷനോ മറ്റ് കാര്യങ്ങളും കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷനോ കാര്യങ്ങളൊന്നും വരുത്തരുന്നില്ല. ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്തായിരിക്കും, നമുക്കിപ്പോൾ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറയാം. എയർപോർട്ടിൽ നമുക്ക് മെയിൻലി പാസഞ്ചേഴ്സ് ചെക്ക് ഇൻ, അതുപോലെ എയർലൈൻ ടിക്കറ്റ് റിസർവേഷൻ, ബോർഡിംഗ്, അങ്ങനെ കുറേ ടെർമിനൽ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയുള്ള വിവിധ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും. ഇനി എയർപോർട്ട് ലോഡർ ആണെങ്കിൽ മെയിനായിട്ട് നമുക്ക് കുറച്ച് കാര്യക്ഷമത ഉള്ള രീതിയിലുള്ള ജോലിയാണ്. അതായത് ബാഗേജ്, കാർഗോ ലോഡിങ്, അതുപോലെ ഓഫ് ലോഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ട്രോളീസ്, അതുപോലെ ഈ പറയുന്ന പല കാര്യങ്ങളും പല ഫംഗ്ഷൻസും നമ്മൾ ക്ലീനിങ് വരെ ചെയ്യേണ്ടി വരുന്നുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ജോബ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ്റെ ഒരു സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് നോളജ് 25 ക്വസ്റ്റ്യൻ, ഏവിയേഷൻ നോളജ് 25 ക്വസ്റ്റ്യൻ. 90 മാർക്ക് മിനിറ്റ് കൊണ്ട് എക്സാം ഉണ്ടായിരിക്കുക. 100 മാർക്കിനാണ് ടോട്ടൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സെലക്ഷന് ആദ്യം നടക്കുന്നത് എക്സാമാണ്, റിട്ടൺ എക്സാമിനേഷനാണ്. ഇനി ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലാണ്. ആ എക്സാമിനേഷൻ്റെ ഡിഫിക്കൽട്ടി ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 12th ലെവലായിരിക്കും. അത് മറ്റേ ലോഡറിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 10th ലെവലായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ സിലബസ് ഒക്കെ സെയിം ആയിരിക്കും. ഇനി ലോഡർ ആണെങ്കിലും അതുപോലെ ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിലും സിലബസ് സെയിം ആയിരിക്കും. പക്ഷേ ലോഡറിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളൂ.
വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ലോഡർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷ് നോളജുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും, ബാക്കിയൊക്കെ ഒരുപോലെയാണ്. ഇനി ഡീറ്റെയിൽ ഓഫ് സിലബസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഏവിയേഷൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നോക്കുന്നുണ്ട്. ആ മേഖലയൊക്കെ ഒന്ന് നിങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്യണം. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ദയവായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ട് ഞാൻ അവസാനം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഓരോ പേജ് വൈസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയി, അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ കൊള്ളിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 100 മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. ഒന്ന് ശരിയാൽ 1 മാർക്ക്, നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തെറ്റായി രേഖപ്പെടുത്തിയാലും പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ആയിരിക്കും എക്സാം മീഡിയം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയം നിങ്ങൾക്ക് ഹിന്ദിയിൽ എഴുതാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. ഓക്കെ, മലയാളത്തിലൊന്നും എക്സാം ഉണ്ടാവില്ല. കേരളത്തിലേക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. ഇനി എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട് ഇതിലേക്ക്. നിങ്ങൾക്ക് 350 രൂപ ഗ്രൗണ്ട് സ്റ്റാഫിനും 250 രൂപ ലോഡറിലും നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഈ 2 പോസ്റ്റിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫീ അടയ്ക്കണം കേട്ടോ. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ കർണാടക കേരള റീജിയൻ ആണെങ്കിൽ എനിക്കിവിടെ കാണാം. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം. ഇനി തമിഴ്നാടൊക്കെ ആണെങ്കിൽ തമിഴ്നാടും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന ആണെങ്കിൽ ഇവിടെയാണ് സെൻറ്ററുകൾ ഉണ്ടായിരിക്കുക. ചെന്നൈ, മധുരയൊക്കെ ഉണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21 സെപ്റ്റംബർ 2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഡേറ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. എന്നാൽ ലോഡർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. ഇൻ്റർവ്യൂ നിങ്ങൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഇതിലേതെങ്കിലും ഒരു മീഡിയം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ലോഡർ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ ഇല്ല, അവർക്ക് എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിൽ വെയിറ്റേജ് വരുന്നത് 70% റിട്ടൺ ടെസ്റ്റിനും 30% ഇൻ്റർവ്യൂവിനാണ് വെയിറ്റേജ് വരുന്നത് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ജനറൽ കണ്ടീഷനിലാണ്, ഇവിടെ മുതലാണ് നമ്മൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ പലരും നമ്മൾ 2 വർഷം മുന്നേ ഇതേപോലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു IGIൻ്റെ തന്നെ. അപ്പോൾ അതിൽ കുറേ ഉദ്യോഗാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് റിക്രൂട്ട്മെൻ്റ് ആണോ, ഇതെന്താണ് ട്രെയിനിങ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൊക്കെ നമ്മളന്ന് അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് കൂടെ കാണാം. സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് ഈസ് മാൻഡറ്ററി ഫോർ ഈച്ച് പ്രൊഫൈൽ ഫോർ ഫർദർ പ്രൊസീജിയർ. അതായത് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റിംഗ് അല്ല ലഭിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ലഭിക്കും. ആ ട്രെയിനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ട്രെയിനിങ്ങിന് നിങ്ങൾ എന്ത് ചെയ്യണം, എ സർട്ടൻ എമൗണ്ട് ഓഫ് ട്രെയിനിങ് ഫീ ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ആഫ്റ്റർ ക്ലിയറിംഗ് ദ റിട്ടൺ എക്സാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ ഇൻ്റർവ്യൂ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ട്രെയിനിങ്ങിന് പേയ്മെൻറ്റ് ചെയ്യണം. ആ പേയ്മെൻറ്റ് എത്രയാണെന്നൊന്നും അവരിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫിലേക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ നിങ്ങൾക്കിത് ഫ്രീ ഒന്നല്ല, നിങ്ങൾക്ക് എക്സാം നടത്തി അവർ സോർട്ട് ചെയ്യും. ആ എക്സാം നടത്തി നമുക്ക് എക്സാമിൽ നമ്മൾ മാർക്ക് നേടി നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടൊന്നല്ല, നമുക്കൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട്. ആ ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ആ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ട്രെയിനിങ് അസസ്മെൻറ്റ് ടെസ്റ്റും ഉണ്ടായിരിക്കും, അതും നമ്മൾ ക്ലിയർ ചെയ്യണം. എങ്കിൽ മാത്രമേ പിന്നീടുള്ള പ്രോസസ്സിങ്ങിലേക്ക് നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അപ്പോൾ IGI ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു എക്സാം നടത്തുന്നു, സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നു, കുറേ ഉദ്യോഗാർത്ഥികൾ അതൊന്ന് സോർട്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നു. ആ ട്രെയിനിങ്ങിന് എന്തുണ്ട്, പേയ്മെൻറ്റ് അവർ വാങ്ങുന്നുണ്ട്. ആ ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ ലാസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ എൻഡിൽ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് പിന്നീട് പ്ലേസ്മെൻറ്റിലേക്ക് നമുക്ക് ജോലി കിട്ടോ കിട്ടില്ല എന്നുള്ളതൊക്കെ ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന IGIയെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ആദ്യം അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത് മനസ്സിലാക്കാം. അപ്പോൾ IGIൻ്റെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാൻ പവർ സപ്ലൈ, അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവർ മെയിനായിട്ട് ഇവിടെ കാണാൻ നിൽക്കി. അവർ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വി മാനേജ് ദ IGI എയർപോർട്ട് റിക്രൂട്ട്മെൻറ്റ്. IGI എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന IGI ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അവരുടെ വെബ്സൈറ്റിലൂടെ അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എക്സാമൊക്കെ നടക്കുന്നതിന് എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പല വീഡിയോസും, അവരുടെ ചാനലിലല്ല വേറെ ചാനലിൽ IGI എക്സാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. IGI ഏവിയേഷൻ CSA എക്സാം സെൻറ്റർ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇതിലുണ്ട്. ഇനി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അവരുടെ മറ്റു കാര്യങ്ങളും എക്സാം സെൻറ്ററും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ കാണാം. അപ്പോൾ ഏകദേശം 8 വർഷം മുൻപൊക്കെ അവർ ഇതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പഴക്കമുള്ളൊരു ഒരു കമ്പനിയാണ് ഈ പറയുന്ന IGI എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇത് ആക്ച്വലി ഒരിക്കലും
ഗവൺമെൻറ് കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയോ എന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാൻ പവർ സപ്ലൈ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ എയർപോർട്ടിൽ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എന്താണ് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാനുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പം പ്ലേസ്മെൻറ്റിൻ്റെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് സംസാരിച്ച് ഓക്കെ ആണ് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലാതെ യാതൊരുവിധ ഉറപ്പില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ജോയിൻ ചെയ്യരുത്. കാരണം നമ്മളിതിൻ്റെ വെബ്സൈറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ പറയുന്ന കണ്ടൻറ്റ് എത്തിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാതിരിക്കാൻ കാരണം ഇതൊരിക്കലും എന്തല്ല, ഇപ്പം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ വിചാരിക്കും നമ്മളെന്താണ് ഇവിടെയൊക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഓക്കെ, നമ്മൾ ഉദ്യോഗാർത്ഥികളല്ലേ തന്നെ നമ്മൾ ജോലിയൊക്കെ നോക്കുന്നവർ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതി. ഇപ്പോൾ ഒരുപാട് ചാനൽ, ഹിന്ദി മീഡിയ ഉള്ള ചാനലിലൊക്കെ ഒരുപാട് ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിവിടെ സാലറിയും ഇതും നമ്പർ ഓഫ് വേക്കൻസിയും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റിൻ്റെ ഒരു എക്സാം എഴുതിയാൽ കിട്ടും. ഇല്ല, ആ ഒരു എക്സാം എഴുതിയാൽ നമുക്ക് നേരെ ജോലിയൊന്നുമല്ല, നമുക്ക് ഇവരുടെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ടെസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. പ്ലേസ്മെൻറ്റ് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്ലേസ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ട്രെയിനിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫീ പേയ്മെൻറ്റ്, നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് അവർ ചോദിക്കും. അപ്പോൾ ആ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ അതിൽ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മൊബൈൽ നമ്പറാണ് കേട്ടോ, ഒന്ന് ലാൻഡ് നമ്പറും ഒന്ന് മൊബൈൽ നമ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ മൊബൈൽ നമ്പറിലേക്കൊക്കെ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണ്, അവരെന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വില്ലിങ് ആണെങ്കിൽ ഇനി മെയിൽ അയച്ചിട്ട് ചോദിക്കാം. ഒരുപാട് സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ, സെപ്റ്റംബറൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷം ആരെങ്കിലും എക്സാം എഴുതിയവരുണ്ടെങ്കിൽ അവർക്കുള്ള എക്സ്പീരിയൻസ് കാരണം കഴിഞ്ഞ 2 വർഷം മുന്നാന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥികളെ ഈ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്പാകും. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് ഐജിയുടെ നോട്ടിഫിക്കേഷനിൽ അവർ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് പങ്കെടുക്കാം. ഇത്തരം മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അനുസരിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഞാൻ കാണിക്കാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ 3 ടൂൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞാനിവിടെ എക്സാം ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ടാവില്ല, പല RRB അതുപോലെ മറ്റു ബാങ്ക് അതുപോലെ വിവിധ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിലൊക്കെ എക്സാമിൻ്റെ ബുക്ക് നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ബുക്കിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിൽ പോയാൽ കിട്ടും. അപ്പോൾ അതിന് കൊടുത്താണത്. ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യും ഓരോ എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒഴിവിനനുസരിച്ചിട്ട്. പിന്നെ അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തും, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിൽ കാണാം. ലേറ്റസ്റ്റ് ജോബ്സിൽ IGI ഏവിയേഷൻ എന്ന് കാണാം. ഇനി ഇതിവിടെ കണ്ടില്ലെങ്കിൽ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് വരും കേട്ടോ. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാനിവിടെ IGI മുകളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ IGI ഏവിയേഷൻ ജോബ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഒക്കെ കാണാം, അതിലൊക്കെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിലൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റേതായുള്ള മറ്റേ പെട്ടെന്ന് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം, അത് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ കാണാം ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വായിച്ച് നോക്കുക നിങ്ങൾ. എന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് ഡേറ്റ് കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ 10 ജൂലൈ മുതൽ നിങ്ങൾക്ക് 21 സെപ്റ്റംബർ 2025 ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഫോം ഇതൊക്കെ കാണാം. പിന്നെ ഇവിടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേര്, പിന്നെ അതുപോലെ ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ്. അഡ്രസ്സ്, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മളൊരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുക്കുക. വളരെ സിമ്പിൾ ഫോമാണ് കേട്ടോ. ഓക്കെ, ഭയങ്കരമായിട്ട് ഒരു സങ്കീർണതയുള്ള ഫോമൊന്നുമല്ല. ബേസിക് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ ഇതടിച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റും അടിക്കുക. സബ്മിറ്റ് കൊടുത്ത് പ്രിവ്യൂ ഉണ്ടാവും. പ്രിവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റിലേക്ക് പോകും. പേയ്മെൻറ്റും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ഫോം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് നിർത്തി നിങ്ങൾ ഫീ അടച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ വീഡിയോ അറ്റ്ലീസ്റ്റ് മുഴുവൻ കാണുക. അതിനുശേഷം ദയവായിട്ട് കമൻറ്റൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.